ഹലോ ഫ്രണ്ട്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10 ക്വസ്റ്റൻസ് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം. ഈ വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ റബ്ബർ ബാൻഡ് ക്യാൻ ബി പുൾ ടു സെവറൽ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. നമുക്ക് റബ്ബർ ബാൻഡിനെ നിരവധി തവണ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒറിജിനൽ ലെങ്തിൽ നിന്ന് വലിക്കാൻ പറ്റും. നമുക്കറിയാം റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റോമർ ആണ്. എന്താണ് ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്? ഇലാസ്റ്റിക് പോളിമർ ആണ് ഇലാസ്റ്റോമർ. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിനാണെങ്കിൽ വിസ്കോസിറ്റി ഉണ്ട്, അതുപോലെ ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. സോ ഇലാസ്റ്റോമേഴ്സിന് വിസ്കോസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്. അതുപോലെ ഇവയുടെ ആണെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ്. സോ ഇലാസ്റ്റോമറിൻ്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? വളരെ കുറവാണ്. കാരണം ഇന്റർ മോളിക്കുലർ അട്രാക്ഷൻ ഫോഴ്സ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇന്റർ അറ്റോമിക് അട്രാക്ഷൻ ഫോഴ്സ് ഇവയ്ക്ക് വളരെ കുറവായിരിക്കും. ഇവയാണെങ്കിൽ ഒരിക്കലും ഹൂക്സ് ലോയെ ഒബേ ചെയ്യത്തില്ല. സോ ഇവിടെയാണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ലൈൻ കിട്ടും. സോ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇത് സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. സോ നിങ്ങളുടെ പുസ്തകത്തിലാണെങ്കിൽ തിരിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്ട്രെയിനും ഇവിടെ സ്ട്രെസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ ഗ്രാഫ് ഇങ്ങനെ വരും. നോക്ക്, ഒരു കർവ്ഡ് ലൈൻ വരും. സോ ഈ ഗ്രാഫിൻ്റെ ഒരു റീജിയനിലും പ്ലാസ്റ്റിക് റീജിയൻ കാണുകയില്ല. സോ ഈ ഗ്രാഫിന് പ്ലാസ്റ്റിക് റീജിയൻ ഇല്ല, ഫുള്ളി ഇലാസ്റ്റിക് റീജിയൻ ഉള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. അതുകൊണ്ട് ഇവയ്ക്കാണെങ്കിൽ പെർമനന്റ് ഡീഫോർമേഷൻ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. സോ അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലെന്ന് യാതൊരു നിർബന്ധവുമില്ല. യങ്സ് മോഡുലസ് കുറവായതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. പക്ഷേ ഇവയ്ക്ക് പ്ലാസ്റ്റിക് റീജിയൻ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള വസ്തുക്കളാണ് ഇലാസ്റ്റോമേഴ്സ്. സോ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റോമർ ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇങ്ങനെ വരും. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് നമുക്ക് ബി പാർട്ട് നോക്കാം. റോപ്പ് ഓഫ് ക്രെയിൻസ് ഈസ് മെയ്ഡ് ഓഫ് നമ്പർ ഓഫ് തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. വൈ? സോ നമ്മളുടെ ക്രെയിൻ്റെ ഒക്കെ ആണെങ്കിൽ റോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ധാരാളം ചെറിയ നാരുകൾ കൊണ്ട് ഇങ്ങനെ വരിഞ്ഞാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ക്രെയിൻ്റെ ഒക്കെ റോപ്പ് ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? എന്തിനാണ് ഇങ്ങനെ ചെറിയ നാരുകൾ കൊണ്ട് വരിഞ്ഞ് ക്രെയിൻ്റെ റോപ്പ് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സോ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് ഏത് ഗ്രാഫും അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് പോകാം. സോ ഈ ഗ്രാഫിൻ്റെ ആണെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഗ്രാഫ് എങ്ങോട്ട് പോകാം? അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് കടന്നു പോകാം. സോ പ്ലാസ്റ്റിക് റീജിയനിൽ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകും. അങ്ങനെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്യും? അത് ഫ്രാക്ചർ പോയിന്റ് എത്തിച്ചേരുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്യും. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകാൻ നമ്മൾ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് സ്ട്രെസ്സിൻ്റെ വാല്യൂ പോകാതെ നോക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഏരിയ എന്ത് ചെയ്യാം? ഏരിയയുടെ വാല്യൂ കൂട്ടാം. സോ ഏരിയയുടെ വാല്യൂ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണെങ്കിൽ ചെറിയ നാരുകൾ കൊണ്ട് നമ്മൾ റോപ്പ് ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിഗ്മേൻ്റെ വാല്യൂ അഥവാ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയും. സോ അങ്ങനെ സ്ട്രെസ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഗ്രാഫ് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് പോകാതിരിക്കും. അങ്ങനെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് പോയില്ലെങ്കിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് ഡീഫോർമേഷൻസ് ഒന്നും സംഭവിക്കത്തില്ല. അതിൻ്റെ ഫലമായിട്ട് വയർ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റീസൺ. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതി മനസ്സിലായോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A rigid body is a body with a perfectly unchanging shape under the influence of an external force. നമുക്കറിയാം റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഷേപ്പിന് യാതൊരു ചേഞ്ചും ഉണ്ടാകാത്ത ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ ഇതൊരു റിജിഡ് ബോഡിയാണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി? ഒരു റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി പോയിന്റ് ആണ്. ആ പോയിന്റിൽ ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്യും. സോ എന്താണ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസ് ഈസ് ആൻ ഇമാജിനറി പോയിന്റ് വെയർ ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് ജസ്റ്റ് കോൺസെൻട്രേറ്റ്. സോ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് എ പാർട്ടിനെ ആൻസർ ചെയ്യേണ്ടത്. ഇനി ബി പാർട്ടാണ്, എ റിജിഡ് ബീം. സോ നമ്മുടെ കയ്യിൽ ഒരു റിജിഡ് ബീം ഉണ്ട്. സോ ഇതാണ് നമ്മുടെ റിജിഡ് ബീം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. സോ ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. ഇതാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് ഡെപ്ത് എന്ന് പറയുന്നത്, അതാണ് ഡി എന്ന് പറയുന്നത്. ഈ ബീമാണെങ്കിൽ ഒരു റിജിഡ് സപ്പോർട്ടിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളൊരു റിജിഡ് സപ്പോർട്ട് കൊടുത്ത് ഈ ബീമിനെ ആണെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സോ ഫിഗർ ഉണ്ട്. ഈ ഫിഗറിലെ ഇതാണ് ബീം എന്ന് പറയുന്നത്. ഈ ബീമിനെ ആണെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി W എന്ന ലോഡ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് തൂക്കിയിട്ടാൻ പോവുകയാണ്. സോ അതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇവിടുന്ന് ഇങ്ങോട്ട് W എന്ന ലോഡിനെ തൂക്കിയിട്ടു.
അതിൻ്റെ ഫലമായിട്ട് ഇതെന്ത് ചെയ്യും? ഇത് സാഗ് ചെയ്യും, ഇതിങ്ങനെ വളയും. സോ ബീമാണെങ്കിൽ വളയും. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സാഗിങ്. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ എമൗണ്ട് ഓഫ് സാഗിങ്. സോ എന്തുമാത്രം സാഗ് ചെയ്തു ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്ലക്ഷൻ അഥവാ ചെറിയ ഡെൽറ്റ. സോ ഡിഫ്ലക്ഷൻ ചെറിയ ഡെൽറ്റ എത്രയാണ്? ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? സോ നമ്മൾ പഠിച്ചായിരുന്നു ഡിഫ്ലക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു WL ക്യൂബ് ഡിവൈഡ് ബൈ 4YB/d³. സോ ഇതാണ് സാഗിങ്ങിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ അല്ലെങ്കിൽ ഡീവിയേഷൻ്റെ എക്സ്പ്രഷൻ. സോ W എന്ന് പറഞ്ഞാൽ കൊടുത്ത ലോഡാണ്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്, Y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, D എന്ന് പറഞ്ഞാൽ ഡെപ്ത്. ഇതാണ് സാഗിങ്ങിൻ്റെ ഇക്വേഷൻ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ സ്പ്രിങ് ഇറ്റ് ഗെറ്റ് എക്സ്റ്റെൻഡഡ് ബൈ എൻ എമൗണ്ട് ഡെൽറ്റ എക്സ് as ഷോൺ. സോ ഒരു സ്പ്രിങ് ഉണ്ട്, അതിൻ്റെ ലെങ്ത് എല്ലായിരുന്നു, നമ്മളൊരു ഫോഴ്സ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഡെൽറ്റ എക്സ് ആണെങ്കിൽ എക്സ്റ്റൻഷൻ സംഭവിച്ചു. ഇനി എ പാർട്ടാണ്, നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? ഹൂക്സ് ലോ. സോ ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ബൈ ദ മെറ്റീരിയൽ. സോ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ ഇറ്റ് ഈസ് സ്ട്രെയിൻഡ് ബൈ 30%. ശ്രദ്ധിക്കണം, സ്ട്രെയിൻ ആണെങ്കിൽ പലപ്പോഴും തരുന്നത് പെർസെൻറ്റേജിലായിരിക്കും. സോ ഇവിടെ തന്നിരിക്കുന്നത് സ്ട്രെയിൻ്റെ വാല്യൂ 30% എന്നാണ്. എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? ഡിവൈഡ് ബൈ 100. 100ൽ എത്രയാണ്? സോ 30 ഡിവൈഡ് ബൈ 100. ഇതാണ് സ്ട്രെയിൻ്റെ വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്, ഇതാണ് ഒറിജിനൽ ലെങ്ത്. ഇനി യങ്സ് മോഡുലസ് വെലോസിറ്റി ഉണ്ട് 200 GPa. യങ്സ് മോഡുലസ് വെലോസിറ്റി ആണ് 200 GPa. ജിഗ എന്ന് പറഞ്ഞാൽ 10⁹ ആണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ Nm/m². സോ ഇതാണ് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. സോ നമുക്കറിയാം സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ വേണം. സോ സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സോ നമുക്ക് കണ്ടുപിടിക്കാം സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 200 ഇൻറ്റു 10⁹ ഇൻറ്റു സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്? 30 ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 6 ഇൻറ്റു 10⁶ Nm/m². സോ ഇതാണ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി സി പാർട്ടാണ്, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ? വൈ? നമുക്കറിയാം സ്റ്റീലാണ് റബ്ബറിനേക്കാളും കൂടുതൽ ഇലാസ്റ്റിക്. കാരണം എന്താണ്? സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് റബ്ബറിനേക്കാളും കൂടുതലാണ്. സോ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ആരെക്കാളും കൂടുതലാണ്? റബ്ബറിനേക്കാളും കൂടുതലാണ്. സോ സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് 2 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്, സ്റ്റീലിൻ്റെ ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ ഫോഴ്സ് ആരെക്കാളും വലുതാണ്? റബ്ബറിനേക്കാളും വലുതാണ്. അതുകൊണ്ടും ആര് കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും? സ്റ്റീൽ കൂടുതൽ ഇലാസ്റ്റിക് ആയിരിക്കും. സോ നമുക്ക് പറയാം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് സ്റ്റീലിന് കൂടുതലാണ്, റബ്ബറിന് കുറവാണ്. അതുപോലെ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്, റബ്ബറിന് കുറവാണ്. ഈ കാരണത്താൽ റബ്ബറിനെ അപേക്ഷിച്ച് സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഗ്രാഫ് ബിലോ ഷോസ് ഹൗ ദ ഫോഴ്സ് അപ്ലൈഡ് ടു എ മെറ്റൽ വയർ ഈസ് റിലേറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ അയൺ വയർ. സോ ഇവിടെയാണെങ്കിൽ ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് എൻ്റെ എക്സ്റ്റൻഷൻ കൂടി വരികയാണ്. ആക്ച്വലി ഫോഴ്സിന് പകരം നമുക്ക് പറയാം സ്ട്രെസ്. അതുപോലെ ഈ എക്സ്റ്റൻഷന് പകരം പറയാം നമുക്ക് സ്ട്രെയിൻ. സോ ആക്ച്വലി എന്താണത്? ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ലെറ്റർ ദാറ്റ് കറസ്പോണ്ട്സ് ടു. അതിലൊന്നാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സോ നമുക്കറിയാം ഇതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സോ ബി ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇവിടെ ഇതിലുണ്ട്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഈ പോയിന്റ് സി ആണ്, ഈ പോയിന്റ് ഡി ആണ്, ഈ പോയിന്റ് ഇ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാണ്? സോ ബി ആണ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ്. എ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ്, സി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, അതുപോലെ ഇ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ പോയിന്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫ്രാക്ചർ പോയിന്റ് ഏതാണ്? ഇ ആണ്. സോ ഇലാസ്റ്റിക് ലിമിറ്റ് ബി ആണ്, ഫ്രാക്ചർ പോയിന്റ് ഇ ആണ്. ഇനി ഇതിൻ്റെ ബി പാർട്ടാണ്, ദ വയർ ഹാസ് ആൻ അൺസ്ട്രെച്ച്ഡ് ലെങ്ത് ഓഫ് 2.4 മീറ്റർ. സോ ലെങ്തിൻ്റെ വാല്യൂ എത്രയാണ്? ഒറിജിനൽ ലെങ്ത് ആണ് 2.4 മീറ്റർ. ആൻഡ് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്?
0.9 ഇൻറ്റു 10⁻⁻7 മീറ്റർ സ്ക്വയർ ആണ്. ഡിറ്റർമൈൻ ദ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. സോ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? y വിച്ച് ഈസ് ഈക്വൽ ടു FL ഡിവൈഡ് ബൈ A ഡെൽറ്റ L. സോ നമുക്കിവിടെ എക്സ്റ്റൻഷൻ ഉണ്ടോ? ഇവിടെ ഈ എക്സ്റ്റൻഷൻ തന്നിട്ടില്ല, ശരിയല്ലേ? എഫിൻ്റെ വാല്യൂ ഉണ്ടോ? എഫിൻ്റെ വാല്യൂ തന്നിട്ടില്ല. സോ നമുക്ക് തരാത്ത രണ്ട് വാല്യൂ ആണ് ഫോഴ്സും എക്സ്റ്റൻഷനും. തന്നിരിക്കുന്ന എന്ത് മാത്രമേ ഉള്ളൂ? ലെങ്ത്തും ഏരിയയും മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലെങ്ത്തും ഏരിയയും കൊണ്ട് മാത്രം നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. സോ ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ചെയ്യാൻ കഴിയത്തില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും നമുക്കൊരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. രണ്ട് മെറ്റീരിയൽ ഉണ്ട്, എയും ബിയും. ഇനി ക്വസ്റ്റ്യൻ ആണ്, ഏത് ലോ ആണ് സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും റിലേറ്റ് ചെയ്യുന്നത്? ഏത് ലോ ആണ്? ഹൂക്സ് ലോ ആണ്. സോ ആൻസർ ഹൂക്സ് ലോ. ഇനി ബി പാർട്ടാണ്, എ ആണോ ബി ആണോ കൂടുതൽ ഡക്റ്റൈൽ? നമുക്കറിയാം ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂറ്റേഴ്സിൽ നിന്നും ഫ്രാക്ചർ പോയിന്റ് അകന്നു മാറിയിരിക്കണം. സോ ഇതാണ് ഡക്റ്റൈൽ, ബി ആണ് ഡക്റ്റൈൽ. ഇനി സി പാർട്ടാണ്, ഏത് മെറ്റീരിയലാണ് സ്പ്രിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്? എ ആണോ ബി ആണോ? നമുക്കറിയാം ഡക്റ്റിലിറ്റി കൂടുന്നതനുസരിച്ച് അതിനെ വലിച്ചു നീട്ടാൻ കഴിവുണ്ട്. സോ സ്പ്രിങ് ആണെങ്കിൽ നമുക്ക് വലിച്ച് ചെറിയ കമ്പികളായിട്ട് മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് സ്പ്രിങ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലാണ് സ്പ്രിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സോ സ്പ്രിങ് ഉണ്ടാക്കുവാൻ നമ്മൾ ബി എ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൂക്സ് ലോ സേസ് ദാറ്റ് സ്ട്രെസ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി എ പാർട്ടാണ്, വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ ദ എബോവ് ലോ ഇറ്റ് ടു ബി വാലിഡ്? സോ ഈ ലോ വാലിഡ് ആവാൻ സ്ട്രെസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന ലോ വാലിഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്കറിയാം വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. സോ ബോഡി ആണെങ്കിൽ ഇലാസ്റ്റിക് ബോഡി ആയിരിക്കണം. ഈ ഇലാസ്റ്റിക് ബോഡിയിൽ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിലായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ സ്ട്രെസ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആകുകയുള്ളൂ. സോ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഇലാസ്റ്റിക് ബോഡി ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ്, നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടത് ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിലായിരിക്കണം. സോ ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ടാണ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്രാഫ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫോർ എ ഗിവൺ സോളിഡ് മെറ്റീരിയൽ അണ്ടർ ഇൻക്രീസിങ് ടെൻസൈൽ സ്ട്രെസ്. സോ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്ട്രെസ് സ്ട്രെയിൻ കറൻറ്റിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെൻ എ വയർ ഈസ് സ്ട്രെച്ച്ഡ് വിത്ത് എ വെരി ലാർജ് ഫോഴ്സ് ഇറ്റ് ബ്രേക്സ്. സോ ഒരു വയറിലേക്ക് നമ്മൾ വലിയ ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോകും. ഇനി എ പാർട്ടാണ്, റെപ്രസെൻറ്റ് ദ വേരിയേഷൻ ഓഫ് എക്സ്റ്റൻഷൻ വിത്ത് ലോഡ് ഓൺ എ ഗ്രാഫ്. ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എന്നാണ് അർത്ഥം, അതുപോലെ ലോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എന്നാണ് മീനിങ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത്തരം ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചതാണ്. സോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, ഇതാണ് ലോഡ് എന്ന് പറയണത്, ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയണത്. സോ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കും. ഈ പോയിന്റ് എന്ന് വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ പോയിന്റാണ് ഈൽഡ് പോയിന്റ് അഥവാ ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ പോയിന്റാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ പോയിന്റാണ് ഫ്രാക്ചർ പോയിന്റ്. സോ ഇതാണ് ഓരോ പോയിന്റുകളും. നമുക്കറിയാം ഇത്രയും റീജിയനിൽ എന്ത് ചെയ്യും? ബോഡി ഇലാസ്റ്റിക് സ്വഭാവം കാണിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലാസ്റ്റിക് സ്വഭാവം കൂടി വന്നുകൊണ്ടിരിക്കും, ശരിയല്ലേ? ഇനി സി പാർട്ടാണ്, സ്റ്റേറ്റ് ഹൂക്സ് ലോ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ആക്ച്വലി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ എന്ത് കാണിക്കുകയുള്ളൂ? ഹൂക്സ് ലോ കാണിക്കുകയുള്ളൂ. സോ ലോ ഉണ്ടാക്കിയ സമയത്ത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞെങ്കിലും പല മെറ്റീരിയലും ഇലാസ്റ്റിക് ലിമിറ്റും പ്രൊപ്പോർഷണൽ ലിമിറ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോ ലോ സ്റ്റേറ്റ് ചെയ്ത സമയത്ത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നായിരുന്നു. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്ത് കാണിക്കത്തില്ല? ഹൂക്സ് ലോ കാണിക്കത്തില്ല. സോ ഏത് പാർട്ട് വരെ കാണിക്കത്തുള്ളൂ? പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യത്തുള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ ഗ്രാഫ് പതുക്കെ ചെറുതായിട്ട് വളയും. സോ ലോ പറയണത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. പക്ഷേ പല മെറ്റീരിയലിലും ഇലാസ്റ്റിക് ലിമിറ്റിൽ നിന്ന് വളരെ അകലെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. സോ ആക്ച്വലി ഇവിടം വരെ മാത്രമേ, ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ മാത്രമേ ഹൂക്സ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഡീപ്പായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്റ്റീലാണോ റബ്ബറാണോ കൂടുതൽ ഇലാസ്റ്റിക് എന്ന്. ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്? സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക് റബ്ബറിനേക്കാളും. കാരണം എന്താണ്? സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് റബ്ബറിനേക്കാളും കൂടുതലാണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലും പുതിയ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല, പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എ പാർട്ടാണ് സ്ട്രെസ്സും സ്ട്രെയിനും റിലേറ്റ് ചെയ്യുന്ന ലോ പറയുക, ഇതാണ് ഹൂക്സ് ലോ. ബി പാർട്ടാണ് ഗ്രാഫ് വരയ്ക്കുക, അതിനകത്ത് ഇലാസ്റ്റിക് ലിമിറ്റ്, ഫ്രാക്ചർ പോയിന്റ്, പ്ലാസ്റ്റിക് റീജിയൻ, ഇലാസ്റ്റിക് റീജിയൻ എല്ലാം മാർക്ക് ചെയ്യുക. സോ പ്ലാസ്റ്റിക് റീജിയനും ഇലാസ്റ്റിക് റീജിയനും വരയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള റീജിയനാണ് ഇലാസ്റ്റിക് റീജിയൻ, അത് കഴിഞ്ഞുള്ള റീജിയനാണ് പ്ലാസ്റ്റിക് റീജിയൻ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രണ്ട് മെറ്റീരിയൽ ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ അയൺ ആണ്, മറ്റൊന്ന് ഗ്ലാസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്? സോ നമുക്കറിയാം അയണിൻ്റെ ആണെങ്കിൽ യങ്സ് മോഡുലസ് ആനേക്കാളും കൂടുതലാണ്, ഗ്ലാസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അയൺ ആയിരിക്കും കൂടുതൽ ഇലാസ്റ്റിക്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലും ഏകദേശം സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ ആണ്, സ്റ്റീലാണോ റബ്ബറാണോ കൂടുതൽ ഇലാസ്റ്റിക്, എന്തുകൊണ്ടാണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ റബ്ബറിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക്. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു ഗ്രാഫാണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഇത് തന്നിരിക്കുന്നത് ഒരു ആംഗിൾ ആണ് 60 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുകയാണ്, എന്താണ് യങ്സ് മോഡുലസ് വെലോസിറ്റിയുടെ വാല്യൂ? നമുക്കറിയാം ഗ്രാഫിൻ്റെ ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ടാൻ തീറ്റയാണ്. സോ y വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. തീറ്റ എത്രയാണ്? 60 ആണ്. സോ ടാൻ 60 വിച്ച് ഈസ് ഈക്വൽ ടു √3. യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. സോ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് പോയിന്റ് അഥവാ ഇലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടൻ്റ് ഉള്ള സ്ട്രെസ് ആണ്. സോ ഇവിടെയാണെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ഇതാണ്, ഇലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടൻ്റ് ഉള്ള സ്ട്രെസ് 8 ആണ്. സോ ആൻസർ 8 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഈൽഡ് സ്ട്രെസ് അഥവാ ഈൽഡ് സ്ട്രെങ്ത്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, when the pressure on a sphere is increased by 80 atmospheres, its volume decreases by 0.01%. Find the bulk modulus of velocity of the material of the sphere. സോ തന്നിരിക്കുന്നത് പറയുന്നത് പ്രഷറിൻ്റെ വാല്യൂ ഉണ്ട്, P which is equal to 80 atmosphere. അതുപോലെ വോളിയം ഡിക്രീസ്ഡ് ബൈ 0.01. ഈ തന്നിരിക്കുന്നത് എന്താണ്? സ്ട്രെയിൻ്റെ വാല്യൂ ആണ്. സോ വോളിമെട്രിക് സ്ട്രെയിൻ ആണ് തന്നിരിക്കുന്നത്. സ്ട്രെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു 0.01%, അതായത് 0.01 ഡിവൈഡ് ബൈ 100. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ബൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റി. ബിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ബൾക്ക് മോഡുലസ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? -PV ഡിവൈഡ് ബൈ ഡെൽറ്റ വി ആണ്. ഈ തന്നിരിക്കുന്നത് എന്താണ്? ഡെൽറ്റ വി ബൈ വിൻ്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്, ശരിയല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്താണെങ്കിൽ മൈനസിൻ്റെ ആവശ്യമില്ല. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസിൻ്റെ ആവശ്യമില്ല, പി എഴുതുക. പി എന്ന് പറഞ്ഞാൽ ATM-ലാണ്, നമുക്കതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. സോ 80 ATM എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പാസ്കലാണ്, അല്ലെങ്കിൽ ഇത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത്രയാണ് 1.013 ഇൻറ്റു 10⁵. സോ 80യെ ഈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ ആൻസർ കിട്ടും. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു പിൻ്റെ വാല്യൂ, പ്രഷറിൻ്റെ വാല്യൂ 80 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵. ഇനി വോളിയം ഡിവൈഡ് ബൈ ഡെൽറ്റ വി. സോ ഡെൽറ്റ വി ബൈ വി എന്താണ്? ഇത്രയുമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 0.01. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 8.104 ഇൻറ്റു 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ വരും. സോ ഇതാണ് ബൾക്ക് മോഡുലസ് വെലോസിറ്റിയുടെ വാല്യൂ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇലാസ്റ്റിസിറ്റി ഈസ് ആൻ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഫ്ലൂയിഡ് പോസസ് വോളിയം ഇലാസ്റ്റിസിറ്റി. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എയർ ഓർ വാട്ടർ? വൈ? സോ നമുക്കറിയാം വാട്ടർ അഥവാ എയർ എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡിനാണെങ്കിൽ യങ്സ് മോഡുലസോ അഥവാ ഷിയർ മോഡുലസോ ഒന്നും കാണിക്കാൻ കഴിയില്ല. സോ അത്തരം മോഡുലസ് കാണിക്കണമെങ്കിൽ വസ്തുക്കൾക്ക് ഡിഫൈൻഡ് ഷേപ്പ് വേണം. സോ വാട്ടറിനാണെങ്കിൽ അങ്ങനെ ഡിഫൈൻഡ് ഷേപ്പ് ഇല്ല, എയറിനോ വാട്ടറിനോ അങ്ങനെ ഡിഫൈൻഡ് ഷേപ്പ് ഇല്ല, അത് ഫ്ലൂയിഡ്സ് ആണ്. അതുകൊണ്ട് ഫ്ലൂയിഡ്സിന് കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ് ബൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റി. സോ വിച്ച് ഈസ് ഈക്വൽ ടു -PV ഡിവൈഡ് ബൈ ഡെൽറ്റ വി ആണ്. ഇനി നോക്കുക, എന്താണ് ഡെൽറ്റ വി? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. സോ ഒരു ബോഡി നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഒരു ബോഡിയെ നന്നായിട്ട് നമുക്ക് ഞെക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യും, ശരിയല്ലേ? അങ്ങനെ വോളിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ വിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഒരു ബോഡിയെ നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഡെൽറ്റ വി കൂടും. അങ്ങനെ ഡെൽറ്റ വി കൂടിയാൽ ബിൻ്റെ വാല്യൂ കുറയും. സോ ബൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റി കുറഞ്ഞു പോകും. ആർക്കാണ്? കൂടുതൽ കംപ്രസ് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കൾക്ക്. സോ എയർ ആണോ വാട്ടർ ആണോ കൂടുതൽ കംപ്രസ് ചെയ്യാൻ കഴിയുന്നത്? നമുക്കറിയാം എയറിനെ നന്നായി കംപ്രസ് ചെയ്യാൻ കഴിയും. സോ എയറിൻ്റെ ആണെങ്കിൽ ഡെൽറ്റ വിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, അതുകൊണ്ട് ബൾക്ക് മോഡുലസ് കുറവായിരിക്കും. പക്ഷേ വാട്ടറിൻ്റെ ആണെങ്കിലോ
ഡെൽറ്റ വിൻ്റെ വാല്യൂ കുറവായിരിക്കും, ബൾക്ക് മോഡുലസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബൾക്ക് മോഡുലസ് ആർക്കാണ് കൂടുതൽ? വാട്ടറിനാണ് കൂടുതൽ, അവനാണ് കൂടുതൽ ഇലാസ്റ്റിക്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എയർ ഓർ വാട്ടർ? വാട്ടർ ആണ് കൂടുതൽ ഇലാസ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എൻ്റെ എ പാർട്ടാണ്, യങ്സ് മോഡുലസ് ഓഫ് എ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ഈസ്. നമുക്കറിയാം യങ്സ് മോഡുലസ് കൂടുന്നതനുസരിച്ച് റിജിഡിറ്റിയുടെ നേച്ചർ കൂടിക്കൊണ്ടിരിക്കും. സോ ഒരു പെർഫെക്റ്റ് റിജിഡ് ബോഡി ആകണമെങ്കിൽ അതിൻ്റെ യങ്സ് മോഡുലസ് മാക്സിമം ആയിരിക്കണം. സോ ആൻസർ ഇൻഫിനിറ്റി. ഇനി ബി പാർട്ടാണ്, വൺ എൻഡ് ഓഫ് എ റോപ്പ് ഓഫ് ലെങ്ത് 4.5 മീറ്റർ ആൻഡ് ഡയമീറ്റർ 6 mm ഈസ് ഫിക്സ്ഡ് ടു ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. സോ ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഒരു റോപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് ആണ് 4.5 മീറ്റർ, അതുപോലെ അതിൻ്റെ ഡയമീറ്റർ ആണ് 6 mm, അതായത് 6 × 10⁻³ മീറ്റർ. ഇനി ക്വസ്റ്റ്യൻ ആണ്, എ മങ്കി വെയ്റ്റിംഗ് 100 Newton ജംപ്സ് ടു ക്യാച്ച് ദ ഫ്രീ എൻഡ് ആൻഡ് സ്റ്റേ ദെയർ. സോ ഒരു മങ്കി ആണെങ്കിൽ ഇവിടെ വലിഞ്ഞു തൂങ്ങി കിടക്കുകയാണ്. ഇവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 Newton ആണ്. സോ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 100 Newton ആണ് ഫോഴ്സ്. ഫൈൻഡ് ദ ഇലോങ്ങേഷൻ ഓഫ് ദ റോപ്പ്. റോപ്പിൻ്റെ ഇലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി ഉണ്ട്, y which is equal to 4.8 × 10⁻11 Newton/m² എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ വേണം. നമുക്കറിയാം y which is equal to എന്താണ്? FL / A ഡെൽറ്റ എൽ ആണ്. സോ നമുക്ക് എയിൻ്റെ വാല്യൂ തന്നിട്ടില്ല, നമുക്ക് എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഈ റോപ്പിൻ്റെ ഡയമീറ്റർ ഉണ്ട്, ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. സോ ഏരിയ which is equal to πr² which is equal to 3.14 × r എന്ന് പറഞ്ഞാൽ 6 × 10⁻³ യുടെ പകുതിയാണ് റേഡിയസ്, ദ ഹോൾ സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും 2.8 × 10⁻⁻5 m² എന്ന് ഏരിയ കിട്ടും. ഇനി നമുക്ക് ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. ഡെൽറ്റ എൽ ഇവിടെ കൊണ്ടുവരാം. ഡെൽറ്റ എൽ which is equal to y ഇവിടെ വരും, FL / A y എന്ന് വരും, which is equal to എഫിൻ്റെയും എല്ലിൻ്റെയും എയിൻ്റെയും വൈൻ്റെ വാല്യൂ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3.34 × 10⁻⁵ മീറ്റർ എന്ന് വരും. സോ ഇതാണ് ഇലോങ്ങേഷൻ്റെ വാല്യൂ. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അതിൽ 3 ഗ്രാഫുകളുണ്ട്, A B C. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്, എ ആണോ ബി ആണോ സി ആണോ? നമുക്കറിയാം സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ, അവനാണ് കൂടുതൽ ഇലാസ്റ്റിക്. സോ ഇവിടെ എ ആണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. സോ എയുടെ ഇലാസ്റ്റിസിറ്റി ആണ് കൂടുതൽ. സോ ആൻസർ എ ആണ് കൂടുതൽ ഇലാസ്റ്റിക്. ഇനി ബി പാർട്ടാണ്, ഇഫ് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁻9 Newton/m², ഫൈൻഡ് ദ കംപ്രസിബിലിറ്റി. So compressibility C which is equal to 1 divided by bulk modulus which is equal to 1 divided by 2 × 10⁻⁹. യൂണിറ്റ് എന്താണ്? m² divided by Newton. ഇനി സി പാർട്ട് ആണ്, why the girders of supporting ropes formed in the shape of I. സോ ഐ ഷേപ്പിൽ എന്തുകൊണ്ടാണ് ഗ്രിഡേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബീംസും ഗ്രിഡേഴ്സും എല്ലാം ഐ ഷേപ്പിൽ ഫോം ചെയ്യാൻ കാരണം? ഫസ്റ്റ് റീസൺ ആണ് ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഐ ബീംസിനാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും. സെക്കൻഡ് റീസൺ ആണ് ഹൈ സ്റ്റെബിലിറ്റി ഇൻ ലാർജ് ബെൻഡി മൊമെന്റ്സ്. വലിയ ബെൻഡി മൊമെന്റ് ആക്ട് ചെയ്താൽ കൂടി അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് അത് ബക്ലിങ്ങിന് വിധേയമാകുകയില്ല, സാഗിങ്ങിന് വിധേയമാകുകയില്ല. സോ തേർഡ് റീസൺ ആണ് ലോ ബക്ലിംഗ് റേറ്റ്. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ലോഡ് കൊടുക്കുമ്പോൾ ബീമുകൾ എന്ത് ചെയ്യും? വളഞ്ഞു പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. സോ ലോ ബക്ലിംഗ് റേറ്റ്, ബക്ലിംഗ് വളരെ കുറവായിരിക്കും. അതുപോലെ ലോ കോസ്റ്റ് ആണ്. നമുക്ക് ഇത്രയും ഭാഗത്തുള്ള മെറ്റീരിയൽ ആവശ്യമില്ല. സോ ഐ സെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് മാസിൻ്റെ ആവശ്യമില്ല, ഇത്രയും എൻ്റെ ഫ്രീ ആണ്. സോ ഇത്രയും ഭാഗത്തുള്ള മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. സോ ലോ കോസ്റ്റ്, അതുപോലെ വെയിറ്റും കുറവായിരിക്കും. സോ ഇതാണ് ഐ ബീമിനെ ചൂസ് ചെയ്യാനുള്ള റീസൺസ്. സോ ഈ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.